അപ്പോൾ ഇന്നത്തെ പരീക്ഷയുടെ അതായത് LD ക്ലർക്ക് കോട്ടയം കോഴിക്കോട് പരീക്ഷയുടെ മാത്സ് ആൻസർ കീ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം മക്കളെ. ആദ്യത്തെ ചോദ്യം, ഒറ്റയാനയെ കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. അതായത് ഈ കൂട്ടത്തിൽ ഒരു പ്രത്യേക പാറ്റേണിലാണ് ഈ നമ്പേഴ്സ് എഴുതിയിരിക്കുന്നത്. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ 6 എങ്ങനെയാണ് 38 എഴുതിയേക്കുന്നത്. ഇപ്പം 6ൻ്റെ സ്ക്വയർ എത്രയാണ്? 36 പ്ലസ് 2 ആണ് 38. അപ്പോൾ നമ്മൾ 9ൻ്റെ സ്ക്വയർ 81 പ്ലസ് 2 നമുക്ക് എത്ര കിട്ടുന്നില്ല? 83 ആണ് കിട്ടുന്നത്, 85 കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെ അവിടെ മാറ്റി നിർത്തി. ഇനി ബാക്കിയുള്ളത് നോക്കാം. ബാക്കിയുള്ളത് നോക്കുമ്പോൾ 11ൻ്റെ സ്ക്വയർ എത്രയാണ്? 121 പ്ലസ് 2 123 കിട്ടുന്നുണ്ട്. അതേപോലെ 15ൻ്റെ സ്ക്വയർ 225 പ്ലസ് 2 227 കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ കിട്ടാത്തത് ഇയാളാണ്. അതായത് 9ൻ്റെ സ്ക്വയറിൻ്റെ കൂടെ 2 കൂടെ കൂട്ടിയാൽ 9ൻ്റെ സ്ക്വയർ 81, 81ൻ്റെ കൂടെ 2 കൂടെ കൂട്ടിയാൽ നമുക്ക് 83 ആണ് കിട്ടുക, 85 അല്ല. അപ്പം ഓപ്ഷൻ ഏതാണ് കൂട്ടത്തിൽ പെടാത്തത് അല്ലെങ്കിൽ ഒറ്റയാൻ എന്ന് പറയുന്നത് ആരാണ്? ഓപ്ഷൻ ബി ആണ്. ശരിയാണോ? തീർച്ചയായും. അടുത്ത ചോദ്യം നോക്കാം. 168 പ്ലസ് 72 ഡിവൈഡഡ് ബൈ 9 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1 പ്ലസ് 12 ബൈ 4 എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആദ്യം നമുക്ക് ഈ 168 പ്ലസ് ബ്രാക്കറ്റിലുള്ളത് ആദ്യം ചെയ്യാം. 72/9 8 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1 പ്ലസ് 12/4 3. അപ്പോൾ 168 പ്ലസ് 8 ഇൻറ്റു 3 24 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1 പ്ലസ് 3 4. അങ്ങനെ ചെയ്യുമ്പോൾ 168 പ്ലസ് 24 എന്ന് പറയുമ്പോൾ നമുക്ക് 192 കിട്ടുന്നു. 2 ഇൻറ്റു 4 8 കിട്ടുന്നു. 192നെ 8 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 192 ഡിവൈഡഡ് ബൈ 8 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 24 എന്ന് കിട്ടും. സോ ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. 24 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്ന സംഖ്യകളുടെ മീഡിയൻ കാണുക. മീഡിയൻ കാണുക എന്ന് പറഞ്ഞാൽ, മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സംഖ്യകളെ നമ്മൾ ഒരു എന്താ പറയുക, ഒരു അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതിയിട്ട് നടുക്ക് വരുന്നത്. ഇപ്പോൾ സൈസ് ഓഫ് n/12 ഐറ്റം എന്നോ സൈസ് ഓഫ് n+1/12 ഐറ്റം എന്നോ ഒക്കെ നമ്മൾ പറയാറുണ്ട്. ഇവിടെ അങ്ങനെ ഒന്നും നോക്കട്ടെ, നമുക്ക് കൃത്യം നടുക്ക് വരുന്ന ഏതാണെന്ന് നോക്കാം. അതാണ് മീഡിയൻ. മീൻ, മീഡിയൻ, മോഡ്. മീൻ എന്ന് പറഞ്ഞാൽ അരിത്തമാറ്റിക് മീൻ, തുക ഭാഗം എണ്ണം, നമ്മൾ സാധാരണ പഠിക്കുന്ന ആവറേജ്, അതാണ് മീൻ എന്ന് പറയുന്നത്. മീഡിയൻ എന്ന് പറഞ്ഞാൽ ഏകദേശം നടുക്കത്തെ സംഖ്യ എന്നാണ് അർത്ഥം. മോഡ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് റെപ്പറ്റേറ്റീവ് ഐറ്റം, ഏറ്റവും കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നതാണ് മോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ സംഖ്യകളെ ആദ്യം നമുക്കൊന്ന് അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതണം. അപ്പം ഞാനിപ്പോൾ അസെൻഡിങ് ഓർഡറിൽ എഴുതുകയാണ്, അതായത് ചെറുതിൽ നിന്ന് വലുതിലേക്ക്. ആദ്യം 6.10, അത് 2 പ്രാവശ്യമുണ്ട്. അപ്പം 6.10, അപ്പോൾ അത് 2 നമ്മൾ എടുത്തു. പിന്നെ നമുക്ക് അടുത്ത വരുന്നത് 6.15, പിന്നെ അടുത്ത വരുന്നത് 6.18, പിന്നെ വരുന്നത് 6.2, 2 പ്രാവശ്യമുണ്ട്. 6.20, 6.20, പിന്നെ വരുന്നത് 6.21 ഉണ്ട്, 6.21 ഉണ്ട്, പിന്നെ വരുന്നത് 6.25, 6.25. അപ്പോൾ ഇതിൻ്റെ കൃത്യം നടുക്ക് വരുന്ന സംഖ്യകളെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ ഇത് രണ്ടുമാണ് കൃത്യം നടുക്ക് വരുന്നത്. അങ്ങോട്ട് 3, ഇങ്ങോട്ട് 3, കൃത്യം നടുക്ക് വരുന്നത്. അപ്പം ഇവരുടെ ആവറേജ് ആയിരിക്കും. നടുക്ക് ഒരാളുണ്ടെങ്കിൽ അയാളെ ഐഡൻറ്റിഫൈ ചെയ്യും. ഇവിടെ നടുക്ക് 2 പേരുണ്ട്. അപ്പോൾ ഇത് 2 കൂടെ കൂട്ടി അതിൻ്റെ പകുതി കാണുക. 6.18 പ്ലസ് 6.20 ഡിവൈഡഡ് ബൈ 2. അങ്ങനെ കാണേണ്ട കാര്യമൊന്നുമില്ല. 18നും 20നും നടുക്ക് വരുന്നത് എത്ര ആയിരിക്കും? 6.19 ആയിരിക്കും. സോ 6.19 ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷനിലുണ്ടോ? തീർച്ചയായിട്ടും. സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ അടുത്ത ചോദ്യം, 1നും 50നും ഇടയ്ക്ക് വരുന്ന ഇരട്ട സംഖ്യകളുടെ തുക എത്രയാണ് എന്നുള്ളതാണ്. അപ്പോൾ 1നും 50നും ഇടയ്ക്കുള്ള ഇരട്ട സംഖ്യകളുടെ തുക എന്ന് പറയുമ്പോൾ പല രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പം 1നും 50നും ഇടയിലുള്ള ഇരട്ട സംഖ്യകൾ എന്ന് പറയുമ്പം 2, 4, 6, 8 അപ് ടു 50ന് തൊട്ട് താഴെ വരുന്നത് 48. ഇതിൻ്റെ ഇത്രയും സംഖ്യകളുടെ തുകയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത്രയും സംഖ്യകളുടെ തുക എന്ന് പറയുമ്പോൾ നമുക്ക് 2-3 രീതിയിൽ ചെയ്യാം. ഒന്ന്,
n ഇൻറ്റു n പ്ലസ് 1 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാം. അവിടെയും നമുക്ക് n വേണം. അല്ലെങ്കിൽ n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d എന്ന ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാം. അവിടെയും നമുക്ക് n വേണം. അല്ലെങ്കിൽ n/2 ഇൻറ്റു t1 പ്ലസ് tn എന്ന ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാം. അവിടെയും നമുക്ക് n വേണം. സോ ആദ്യം n കണ്ടുപിടിക്കാം. n കണ്ടുപിടിക്കാൻ നമുക്ക് n-ാം പദം കണ്ടുപിടിക്കുന്ന രീതി ഉപയോഗിക്കാം. a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d ഇസ് ഈക്വൽ ടു 48. എന്ത് ടേം കണ്ടുപിടിക്കുന്നതാണ് a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. അതിൽ a എന്ന് പറഞ്ഞാൽ 2 പ്ലസ് n മൈനസ് 1 നമുക്കറിയത്തില്ല. d എത്രയാണ്? 2 വീതം കൂടി പോവാണ്. അതുകൊണ്ട് d 2 ആണ്. ഇസ് ഈക്വൽ ടു 48. അപ്പോൾ 2 പ്ലസ് 2n മൈനസ് 2 ഇസ് ഈക്വൽ ടു 48. ഇവിടെ മൈനസ് 2ഉം പ്ലസ് 2ഉം കട്ട് ചെയ്ത് പോയിട്ട് പിന്നെ 2n എന്ന് പറയുമ്പോൾ 48ആണ്. അപ്പോൾ മക്കളെ n എന്ന് പറയുമ്പം 48ൻ്റെ പകുതി, ഇവിടെ ഗുണിച്ചിരിക്കുന്ന 2 അപ്പുറത്ത് പോകുന്നു. 48ൻ്റെ പകുതി എത്ര കിട്ടൂടാ? 24. സോ n ഇസ് ഈക്വൽ ടു 24. അപ്പോൾ n എത്ര കിട്ടി? നമുക്ക് 24 എന്ന് കിട്ടി. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഏത് രീതി ഉപയോഗിച്ച് ചെയ്യാം? ആദ്യം n ഇൻറ്റു n പ്ലസ് 1 അല്ലേ? n എത്രയാണ്? 24 ഇൻറ്റു 25. അവിടെ നമുക്ക് എത്ര കിട്ടും? 600 എന്ന് കിട്ടും. അതൊരു രീതി. അല്ലെങ്കിൽ n/2 ഇൻറ്റു t1 പ്ലസ് tn എന്ന് പറയുന്ന ഇക്വേഷൻ. n/2 എന്ന് പറയുമ്പോൾ n-ൻ്റെ വാല്യൂ 24 കിട്ടി. സോ 24/2 ഇൻറ്റു t1 എന്ന് പറയുമ്പോൾ 2 പ്ലസ് tn എന്ന് പറയുമ്പോൾ 48. അപ്പോൾ എത്രയാണ്? 24/2 ഇൻറ്റു 24/2 ഇൻറ്റു 48 50. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കളയുമ്പോഴും നമുക്ക് എത്ര കിട്ടുന്നു? 25 ഇൻറ്റു 24. അവിടെ നമുക്ക് 600 കിട്ടും. അല്ലെങ്കിൽ n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. സോ ഇതിൽ ഏത് രീതി ഉപയോഗിച്ച് നമുക്ക് ആൻസറിലേക്ക് പോകാം. സോ ആൻസർ എത്ര കിട്ടും? 600 എന്ന് കിട്ടും. ശരിയാണോ? തീർച്ചയായും. അടുത്ത ചോദ്യം, ഒരേ ചുറ്റളവുള്ള ചതുരങ്ങളിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണമുള്ള ചതുരത്തിൻ്റെ നീളവും വീതിയും തമ്മിലുള്ള ബന്ധം. സോ ഒരേ ചുറ്റളവുള്ള ചതുരങ്ങളാണ്. അതായത് അതിൻ്റെ ചതുരം എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു l പ്ലസ് b. ഒരേ ചുറ്റളവുള്ള ചതുരങ്ങളിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണമുള്ള ചതുരത്തിൻ്റെ നീളവും വീതിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ നീളവും വീതിയും എപ്പോഴും തുല്യമായിരിക്കും എന്ന കാര്യം ഓർത്തോണം. അപ്പോൾ ഒരേ ചുറ്റളവുള്ള ചതുരത്തിൻ്റെ ഏറ്റവും നീളം കൂടിയ വിസ്തീർണമുള്ള ചതുരത്തിൻ്റെ നീളവും വീതിയും തമ്മിലുള്ള ബന്ധം, അതിൻ്റെ നീളവും വീതിയും എപ്പോഴും തുല്യമായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഉത്തരം അതാണ്. അടുത്ത ചോദ്യം, 3, 8, 15, 24. അടുത്ത ശ്രേണിയിലെ അടുത്ത പദം ഏത്? വളരെ സിമ്പിളാണ്. 3, 8, 15, 24. അടുത്തത് എളുപ്പമല്ലേ? 3ഉം 8ഉം വ്യത്യാസം എത്ര? 5. 8ഉം 15ഉം വ്യത്യാസം എത്ര? 7. 15ഉം 24ഉം വ്യത്യാസം എത്ര? 9. അപ്പോൾ 5, 7, 5 2 7, 7 2 9, 9 2 11, 9 2 11. അപ്പോൾ ഇവിടെ 11 വരേണ്ടത്. സോ 24 പ്ലസ് 11. 24ൻ്റെ കൂടെ 11 കൂട്ടിയാൽ എത്ര കിട്ടും മക്കളെ? 35. സോ ആൻസർ എത്രയാണ്? ഓപ്ഷൻ ഡി 35. വളരെ പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടും. അടുത്ത ചോദ്യം നോക്കാം. 125/8 raised to 2/3 ഇൻറ്റു 16/25 raised to 16/25 raised to 1/2. യെസ്. സോ അതാണ് നമ്മുടെ അടുത്ത ചോദ്യം. അപ്പോൾ നമുക്ക് ഈ 125നെ നമുക്ക് 5 ക്യൂബ് എന്ന് എഴുതാമല്ലോ. ഡിവൈഡഡ് ബൈ 8നെ നമുക്ക് എങ്ങനെ എഴുതാം? 8നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 ക്യൂബ് എന്ന് എഴുതാം. ഓക്കെ. ഇൻറ്റു ഇനി എന്താണ്? 16നെ എനിക്ക് എന്തെഴുതാം? 16നെ എനിക്ക് 4 സ്ക്വയർ എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ 625നെ എനിക്ക് 25 സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? റേസ് ടു 2/3 പറഞ്ഞിരിക്കുന്നത്. ഇവിടെ റേസ് ടു 1/2 പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. നമ്മളൊരു കാര്യം പഠിച്ചിട്ടില്ലേ? എന്തുവാ? a raised to m the whole raised to n എന്ന് പറഞ്ഞാൽ a raised to mn ആണ്. അതുപോലെ തന്നെ ഇവിടെ ഇതൊരു കോമൺ ആയിട്ടല്ലേ റേസ് ടു 2/3 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിനെ ഇങ്ങനെ മാറ്റി എഴുതിക്കൂടെ? 5 raised to 3 the whole raised to 2/3 divided by 2 raised to 3 the whole raised to 2/3 എന്ന് എഴുതാമല്ലോ. അപ്പം അതേപോലെ തന്നെ ഇതിനെ 4 സ്ക്വയർ the whole raised to 1/2, ഇതിനെ നമുക്ക് 25 സ്ക്വയർ the whole raised to 1/2 ഇങ്ങനെ എഴുതാം. ഇങ്ങനെ എഴുതി കഴിയുമ്പോൾ നമുക്ക് ഇതാ ഇവിടെ നോക്കിക്കേ,
ഇൻറ്റു 2/3 അല്ലേ, ഇൻറ്റു 3/3. അപ്പോൾ ഈ 3യും 3യും കട്ട് ചെയ്ത് പോകും, ഈ 3യും ഈ 3യും കട്ട് ചെയ്ത് പോകും, ഈ 2വും ഈ 2വും കട്ട് ചെയ്ത് പോകും, ഈ 2വും ഈ 2വും കട്ട് ചെയ്ത് പോകും. പിന്നെ ബാക്കി എന്തുണ്ട്? ബാക്കി എന്താ ഉള്ളത് നമുക്ക്? 5² ഡിവൈഡഡ് ബൈ എന്താണ് 2² ഇൻറ്റു ഇവിടെ എന്താ വരിക 4 ഡിവൈഡഡ് ബൈ 25. മക്കളെ ഇങ്ങോട്ട് നോക്കിക്കേ, ഇവിടെ 5² എന്ന് പറയുന്നതല്ലേ 25, 2² എന്ന് പറയുന്നതല്ലേ 4. സോ നമുക്ക് ആൻസർ എത്ര കിട്ടും? ഇതെല്ലാം കൂടെ കട്ട് ചെയ്ത് പോയിട്ട് 1 അല്ലേ കിട്ടുകയുള്ളൂ. സോ ആൻസർ എത്രയാണ്? 1. ശരിയാണോ? തീർച്ചയായും. അടുത്ത ചോദ്യം രസകരമായൊരു ചോദ്യമാണ്. അനന്തുവിനെ ചൂണ്ടി അമൃത പറഞ്ഞു, അവൻ്റെ അച്ഛൻ എൻ്റെ മുത്തശ്ശിയുടെ ഒരേ ഒരു മകനാണ്. എടാ, ഈ മുത്തശ്ശിയുടെ ഒരേ ഒരു മകൻ എന്ന് പറഞ്ഞാൽ ആരാ? മുത്തശ്ശിയുടെ ഒരേ ഒരു മകൻ എന്ന് പറഞ്ഞാൽ ആരാണ്? നിങ്ങളുടെ അച്ഛനായിരിക്കത്തില്ലേ? നിങ്ങളുടെ മുത്തശ്ശിക്ക് ഒരേ ഒരു മകൻ. ഇപ്പോൾ നോക്ക്, നിങ്ങളുടെ ഡാഡി, നിങ്ങളുടെ ഡാഡിയുടെ മമ്മിയാണല്ലോ നിങ്ങളുടെ മുത്തശ്ശി. അതെ, ഈ മുത്തശ്ശിയുടെ ഒരേ ഒരു മകൻ അതാരാ? നിങ്ങളുടെ ഡാഡി. ആ ഡാഡിയാണ് ഈ പറയുന്ന അനന്തുവിൻ്റെ അച്ഛൻ. അപ്പോൾ അനന്തു ഇവിടെ നിൽക്കുക. അനന്തുവിൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് ആരാണ്? നിങ്ങളുടെ ഡാഡി തന്നെയാണ്. സോ നിങ്ങളുടെ അച്ഛൻ തന്നെയാണ് അനന്തുവിൻ്റെയും അച്ഛൻ. അപ്പോൾ അനന്തു നിങ്ങളുടെ ആരാണ്? സഹോദരനാണ്. അപ്കാ സഹോദരൻ ഹേ, നിങ്ങളുടെ സഹോദരനാണ് അവൻ കേട്ടോ. അപ്പോൾ ഉത്തരം എന്താണ്? സഹോദരൻ. വളരെ എളുപ്പമുള്ള ചോദ്യമല്ലേ. മുത്തശ്ശിയുടെ ഒരേ ഒരു മകൻ എന്ന് പറയുമ്പോൾ വേറെ ആരുമില്ല, ചേട്ടനും അനിയനും ആരുമില്ല. സോ നിങ്ങളുടെ അച്ഛനാണ്. വേറെ ആർക്കും ഉത്തരവാദിത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. നിങ്ങളുടെ അച്ഛൻ അത് അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. സോ അത് നിങ്ങളുടെ അച്ഛൻ തന്നെയാണ്. സോ നിങ്ങളുടെ അച്ഛൻ്റെ മകൻ തന്നെയാണ് അതും. അപ്പോൾ നിങ്ങളുടെ സഹോദരൻ തന്നെയാണ് കേട്ടോ. യെസ്. സോ അങ്ങനെ അവസാനം ഇവിടെയും നമ്മളുടെ താങ്ക് യു ഫേസിലേക്ക് എത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ എല്ലാ ചോദ്യങ്ങളും പറഞ്ഞിരിക്കുക. അതിനകത്ത് 2 ചോദ്യങ്ങൾ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഒരു അഡ്രസ്സ് തന്നിട്ട് കറക്റ്റ് അതേപോലെ ഏതാണ് ആ ഓപ്ഷനിലുള്ളത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയുന്നൊരു ചോദ്യം. പിന്നെ അതുപോലെ ഒരു കോഡിങ് ഡീകോഡിങ് ചോദ്യം. അത് രണ്ടും നമ്മളങ്ങ് സ്കിപ്പ് ചെയ്യണം. വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ്. ചെയ്ത് വെറുതെ സമയം കളയേണ്ടെന്ന് വെച്ചിട്ട് നമ്മളതങ്ങ് മാറ്റിയതാണ്. അപ്പം പൊതുവെ പരീക്ഷ വളരെ എളുപ്പമുള്ള പരീക്ഷയായിരുന്നു. എല്ലാവർക്കും മുഴുവൻ മാർക്കും വാങ്ങിക്കാൻ പറ്റിയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ കൂടുതൽ ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുക. കഴിയുന്നത്ര ചോദ്യങ്ങൾ ചെയ്ത് പഠിച്ചിട്ട് എല്ലാ പരീക്ഷകൾക്കും നിങ്ങൾ പോവുക. അപ്പോൾ മക്കളെ, ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത ക്ലാസ്സിലൂടെ വീണ്ടും കാണാം.